ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഒണിയൽ സാബു മസ്താനിയുടെ ദേഹത്ത് അറിയാതെ ഒന്ന് സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലുണ്ടായ പൊല്ലാപ്പൊക്കെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ആര്യൻ നമ്മുടെ റെന ഫാത്തിമയുടെ മേത്ത് കയറി കിടക്കാൻ പോയിട്ട് എന്തുകൊണ്ടാണ് അത് ബിഗ് ബോസ് ഹൗസിൽ ഒരു വിഷയമാവാഞ്ഞത്? ഒന്നാമത്തെ കാര്യം, റെന ഫാത്തിമ പുള്ളിക്കാരത്തിക്ക് ഇതിനകത്ത് നല്ല പേടിയുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് ഇത് എന്താണ് ഭയങ്കര മോശപ്പെട്ട പേരുണ്ടാക്കി കൊടുക്കോ എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഒരു പേടി പുള്ളിക്കാരത്തിക്കുണ്ട്. കാരണം പുറത്തൊരു റിലേഷൻഷിപ്പും ഒരു ഫാമിലിയൊക്കെ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു പയ്യൻ മേത്ത് കയറി മേത്ത് കയറി ഇരിക്കാൻ പോയി, തൊടാൻ പോയി, പിടിക്കാൻ പോയി, കിടക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന റെന ഫാത്തിമക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു പെൺകുട്ടി അതൊരു വിഷയമാക്കാതെ വിട്ടുകളഞ്ഞത്. പക്ഷേ ആര്യൻ ചെന്നിട്ട് ക്യാമറക്ക് മുന്നിൽ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെപ്പറ്റി സംസാരിക്കണം. അതായത് ഒണിയൽ സാബു മസ്താനിക്കെതിരെ ഉന്നയിച്ച പോലൊരു പ്രസ്താവന. ഒണിയൽ സാബുവിൻ്റെ കേസിൽ സാബു അതുപോയി ഉന്നയിച്ചതിൻ്റെ ഒരു കാര്യം 100% ന്യായം ഒണിയൽ സാബുവിൻ്റെ ഭാഗത്തായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ആര്യൻ്റെ ഭാഗത്താണ് മുഴുവൻ ന്യായം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പോയി പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി. കാരണം സ്വന്തം കട്ടിലിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്വന്തം ബെഡിൽ വന്ന് റെന ഫാത്തിമ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിൻ്റെ മേത്ത് കയറി കിടക്കാനായിട്ടുള്ള റൈറ്റ്സ് ഒന്നും ആര്യനില്ല. അതൊക്കെ അതൊക്കെ ഏതെങ്കിലും പൊട്ടന്മാരോട് പോയി പറഞ്ഞാൽ മതി ആര്യൻ മോനെ. ഇനി അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ജിസയിൽ വന്ന് സംസാരിക്കുന്നതാണ് അതിലും വലുത്. ഞങ്ങളുടെയൊക്കെ ഒപ്പം വന്ന് റെന ഫാത്തിമ ഇരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, കിടക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. ബെഡിൽ വന്നുകൊണ്ട് റെന ഇരുന്നെന്നോ അല്ലെങ്കിൽ കിടന്നുറങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി ഇരിക്കാനോ പിടിക്കാനോ ഒക്കെ ആര്യന് ആരാണ് അധികാരം കൊടുത്തത്? പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ആര്യൻ ഭയങ്കര മോശം ഇൻറ്റൻഷനോടുകൂടി അല്ലെങ്കിൽ റെന ഫാത്തിമയെ കയറി പിടിക്കണം എന്നുള്ള ഭാവത്തോടു കൂടി ചെയ്തതൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യമൊന്നും നമ്മൾ ഇതുവരെ ഒരു ക്ലിപ്സിലും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശവും പുള്ളിക്കാരനില്ലായിരുന്നു. സ്വന്തം കട്ടിലിൽ വന്നിരുന്നപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന ആര്യൻ ഒരുപാട് ഭയങ്കരമായിട്ട് ഒരു പാവം, ഒന്നും അറിയാത്തൊരു പാവത്തിനെ പോലെ അഭിനയിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പറയുന്ന റെന ഫാത്തിമ ബെഡിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ മേത്ത് കയറി പിടിക്കാനോ കിടക്കാനോ ഒന്നും പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല ബിഗ് ബോസ് എന്നല്ല എവിടെയും പറ്റില്ല. അപ്പോൾ അതോർത്ത് ആര്യൻ ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒണിയൽ സാബുവിനെ പൂജിച്ചതുപോലെ ആര്യനെ പൂജിക്കും, റെനയെ ഇട്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കും, വറക്കും, പൊരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അത് പണി കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ ആര്യൻ വന്ന് ഈ പറയുന്ന കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ബിഗ് ബോസ് എയർ ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാവുകയാണെങ്കിൽ 7ൻ്റെ പണി നമ്മുടെ ആര്യന് തന്നെ കിട്ടും. അത് ഒണിയൽ സാബു മസ്താനിയുടെ കേസിൽ ഈ പറഞ്ഞ 100% ന്യായമുള്ളതുകൊണ്ട് മാത്രമാണ് ഊരിപ്പോകുന്നത്. അല്ലാണ്ട് ഇതുപോലെ ആര്യൻ കാണിച്ചതുപോലൊരു പരിപാടി ആയിരുന്നെങ്കിൽ ഒണിയലിനും കിട്ടിയാനേ പണി. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആരും പേടിക്കേ വേണ്ട, കിട്ടാനുള്ള പണി എന്തായാലും കിട്ടും. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്